നമസ്കാരം. ഉത്തിഷ്ഠിത ജാഗ്രത. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിൻ്റെയും ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹിക സാമ്പത്തിക അസമതുലനത്തിന്റെ ഫലമായുണ്ടായ അരക്ഷിതാവസ്ഥയിൽ ദരിദ്രരും നിരാശരുമായി കഴിഞ്ഞിരുന്ന ഇന്ത്യ യുവതയെ ഉണർത്താൻ ഇടിമുഴക്കം പോലെ പെയ്തിറങ്ങിയ ശബ്ദം. 1863 ജനുവരി 12 ജനിച്ച് 1902 ജൂലൈ 4 സമാധിയായ സ്വാമി വിവേകാനന്ദൻ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യൻ യുവതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും തത്വങ്ങളും ഇന്ത്യൻ യുവതയ്ക്ക് പ്രചോദനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭാരത സർക്കാർ 1984 അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഈ ദിവസം ഇത്ര പ്രധാനമായത്? സ്വാമി വിവേകാനന്ദൻ യുവാക്കളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും വ്യക്തിപരവും ദേശീയപരമായ പുരോഗതിക്ക് പ്രവർത്തിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് ആത്മീയത, ധാർമ്മികത, അച്ചടക്കം എന്നിവയുടെ പ്രാധാന്യത്തെ അദ്ദേഹം ഊന്നിപ്പറയുന്നു. സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ വ്യക്തിപരവും ദേശീയപരമായ പുരോഗതിയുടെ അടിത്തറയായി കാണുന്നു. അതിനാൽ തന്നെ ദേശീയ യുവജന ദിനത്തിൽ സമഗ്രമായ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടും വരെ പ്രയത്നിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവനവനിലേക്ക് ചുരുങ്ങിക്കൂടാനുള്ളതല്ല നമ്മുടെ വ്യക്തിത്വം. അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്കും അതിനപ്പുറത്തുള്ള ഒരു ലോകത്തിലേക്കും കവിഞ്ഞൊഴുകേണ്ടതാണ്. തൃശൂർ പ്രാദേശിക സഭ യുവവേദിയുടെ നേതൃത്വത്തിൽ ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഉത്തിഷ്ഠിത ജാഗ്രത എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Not an actor, not an artist, not a sportsman, not a leader. A man that shook the world years back with his 5 simple words, "Sisters and Brothers of America," and still stands as an inspiration for one and all, was none of these and yet all of these. The lead role actor in realizing the divine vision of his guru, Ram Krishna Paramhans. The artist who revived the knowledge of Vedas and sang the glory of Bharat. The player who played the innings of life with an unwavering focus on the supreme goal, God, and lived by and propagated the sutra of wholesome life. If there is God, one must see Him. If there is soul, one must perceive it. Otherwise, it's better to be an atheist than to be a hypocrite. A great spiritual leader who led by example and not by force. His life is an example of penance, sacrifice, selflessness, and single-pointedness. He is the unforgettable youth icon who gave the world the ultimate success mantra: arise, awake, and stop not until the goal is reached. Swami Vivekananda, an inspiration then, now, and for ages to come. An epitome of spiritual renaissance, a monk, a devotee who earned the wealth of virtues by the power of meditation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്വാമിജി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. ജനുവരി മാസം 12-ാം തീയതി. എല്ലാ വർഷവും ജനുവരി 12-ന് ഭാരതത്തിൽ ദേശീയ തലത്തിൽ യുവജന ദിനമായി ആചരിച്ചു വരികയാണ്. 1984 മുതൽ നാം ഈ ദിനം യുവജന ദിനമായി ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം സ്വാമിജിയുടെ ആശയങ്ങളും തത്വചിന്തകളും യുവജനങ്ങളിൽ എന്നും ഒരാവേശമായും ഒരു പ്രചോദനമായും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. യുവാക്കളുടെ അപാരമായ കഴിവിനെ എന്ന് പറയട്ടെ, അതിനെ നേർവഴിയിലൂടെ തിരിച്ചുവിട്ട് മനുഷ്യ നന്മയ്ക്കും രാഷ്ട്ര നന്മയ്ക്കും വ്യക്തിവികാസത്തിനും
ഉപയോഗിക്കാൻ കഴിയണം എന്നതാണ് സ്വാമിജിയുടെ പ്രധാന സന്ദേശം എന്ന് പറയാം. യുവശക്തിയിൽ അദ്ദേഹത്തിന് അത്രയും വിശ്വാസമുണ്ടായിരുന്നു. ലോക നന്മയ്ക്ക് യുവാക്കളുടെ ഈ അപാരമായ സിദ്ധിയെ ഉപയോഗിക്കുന്നതിലായിരിക്കും മനുഷ്യരാശിയുടെ ഭാവി എന്ന് പോലും അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ആ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഈ ദിനം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അനുവർത്തിച്ചു പോരുന്നതിന് വേണ്ടിയാണ് യുവജന ദിനമായി ആചരിച്ചു വരുന്നത്. അങ്ങനെ ദേശീയ തലത്തിൽ വിവിധ പരിപാടികളിലൂടെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം, അതല്ലെങ്കിൽ സ്വാമിജിയുടെ സന്ദേശത്തിൻ്റെ, സ്വാമിജിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്ന ജീവിത മൂല്യങ്ങളെ യുവാക്കളിൽ എത്തിക്കുകയും യുവാക്കളുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള പ്രസക്തി അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ഈ കർമ്മ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ യുവവേദിയും പങ്കുചേരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്. ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ ചെറിയ തോതിലെങ്കിലും പങ്കാളികളാകാൻ കഴിയുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ പ്രവർത്തനം നമ്മുടെ വ്യക്തി എന്നുള്ളതിലേക്കുള്ള വ്യക്തിവികാസത്തിനും അതിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തുടർന്ന് രാഷ്ട്രത്തിൻ്റെയും മാനവരാശിയുടെയും വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതിന് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം യുവാക്കളെ വളർത്തുന്നതിൽ ഒരു രാഷ്ട്രം ചെയ്യേണ്ട പ്രധാന പങ്ക്. അവിടെ സ്വാമിജിയുടെ ചിന്തകളിലൂടെ തന്നെ നോക്കിയാൽ വിദ്യാഭ്യാസത്തിന് വളരെ വ്യക്തമായ പങ്കുണ്ട്. നല്ല വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ യുവാക്കളുടെ ചേതന സുസ്ഥിരമായ വികസനത്തിനായി വളർത്തിയെടുക്കുവാൻ കഴിയൂ എന്നുള്ളത് തർക്കമറ്റൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് നാം നേടുന്നത് അറിവ് എന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, പഠിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ സ്വന്തം വ്യക്തിവികാസത്തിനും സമൂഹത്തിൻ്റെ ഗുണത്തിനും സാമൂഹ്യ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുവാനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിട്ട് വേണം അതിനെ കരുതാൻ. ആ ലക്ഷ്യത്തോടു കൂടി കൂട്ടായി പ്രവർത്തിക്കുകയും നമ്മുടെ സമുദായത്തിൻ്റെ നന്മയ്ക്ക്, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് നമ്മളെ സജ്ജരാക്കുവാൻ ഈ യുവവേദിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്തിഷ്ഠത ജാഗ്രത എന്ന ഇന്നത്തെ ഈ പരിപാടിക്ക് രൂപം നൽകിയവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ലോകം കണ്ട എക്കാലത്തെയും മഹാനായ യുവനായകന്മാരിൽ ഒരാളായ വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദേശീയ യുവജന ദിനമായി ഇന്ന് ആചരിക്കപ്പെടുകയാണ്. മഹത്തായ ഭാരതീയ സംസ്കാരത്തിലൂന്നിക്കൊണ്ടുള്ള വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ രാജ്യത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ എന്നത് ഒരു ഭവനത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും
ഒരു സമൂഹത്തിൻ്റെയും സർവോപരി രാഷ്ട്രത്തിൻ്റെയും വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ്. ഈ വർഷത്തെ ദേശീയ യുവജന ദിനത്തിൻ്റെ സന്ദേശം തന്നെ സ്വയം ശാക്തീകരിക്കുക, നിങ്ങളിലുള്ള ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. ഈ അവസരത്തിൽ തൃശ്ശൂർ പ്രാദേശിക സഭ യുവവേദി സംഘടിപ്പിക്കുന്ന ഉത്തിഷ്ഠത ജാഗ്രത എന്ന ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായും വരും കാലങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്വയം ശാക്തീകരിച്ച് നമ്മുടെ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മകളിൽ പങ്കാളികളാവാൻ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പതിനെട്ടാം വയസ്സിൽ ലോകത്തിന്റെ നെറുകയിൽ ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള വിശ്വവിജയി, ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ. അതെ, ഈ യൂത്ത് ഡേയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഏറ്റവും യോഗ്യനായത് മറ്റാരുമല്ല, ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷ് തുമ്മരാജു എന്ന 18 വയസ്സുകാരൻ തന്നെ. നമസ്കാരം, ഞാൻ ഉദയ് സൂര്യ, കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ്. അവസാന കളിയിലെ 56-ാം നീക്കത്തിൽ എതിരാളിയായ ഡിങ് ലിറന് പറ്റിയ പിഴവ്, അത് മുതലെടുത്താണ് ചതുരംഗ കളത്തിൽ ഗുകേഷ് വിജയക്കൊടി പാറിച്ചത്. 2006-ൽ ചെന്നൈയിലെ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുകേഷിന്റെ ജനനം. പിതാവ് ENT വിദഗ്ധനായ രജനീകാന്ത്, അമ്മ മൈക്രോബയോളജിസ്റ്റായ പത്മ. 2015-ൽ തൻ്റെ 8-ാം വയസ്സിൽ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 9 വിഭാഗത്തിലും 2018-ൽ അണ്ടർ 12 വിഭാഗത്തിൽ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും ജേതാവായി. ഇതേ വർഷം തന്നെ ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി. തൻ്റെ 12-ാമത്തെ വയസ്സിൽ ഗുകേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ നേടി. 2022 ഒക്ടോബറിൽ എയിം ചെസ് റാപ്പിഡ് ടൂർണമെന്റിലൂടെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം കാൻഡിഡേറ്റ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗുകേഷ്. കഴിഞ്ഞ വർഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ക്വാർട്ടർ ഫൈനൽ എത്തിയെങ്കിലും ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്ന മാഗ്നസ് കാൾസനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ദൃഢനിശ്ചയവും അർപ്പണബോധവും നിരന്തരമായ പരിശീലനവും കൈമുതലാക്കിക്കൊണ്ട് ലോക ചെസ് രംഗത്തെ പരമോന്നത വിജയം നേടിയ ഗുകേഷ് എന്ന ഈ ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടെ ലക്ഷ്യത്തിൽ എത്താൻ കുതിക്കുന്ന ഓരോ യുവാക്കൾക്കും മാതൃകയും പ്രചോദനവുമാണ്. നമസ്കാരം, എൻ്റെ പേര് സാൻവി പ്രതീക്, തൃശ്ശൂർ പ്രാദേശിക സഭ. എൻ്റെ യൂത്ത് ഐക്കൺ പുസർല വെങ്കട സിന്ധു എന്ന PV സിന്ധു ആണ്. ജൂലൈ 5, 1995-ൽ ഹൈദരാബാദിൽ വെച്ചാണ് സിന്ധുവിൻ്റെ ജനനം. സ്പോർട്സിൻ്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ബാഡ്മിൻ്റൺ പ്ലെയറാണ് PV സിന്ധു. അവരുടെ കഴിവും പ്രയത്നവുമാണ് അവരുടെ വിജയത്തിൻ്റെ വഴി തെളിയിച്ചത്. ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ സിന്ധു അറിയപ്പെടുന്നത് അവർ 2013-ൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയപ്പോഴാണ്. ഈ വിജയത്തിനു ശേഷമാണ് ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്ലെയർ ബാഡ്മിൻ്റണിൽ ഈ ഒരു ജയം നേടിയത്. പിന്നീട് ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഒളിമ്പിക്സ് അച്ചീവർ എന്നറിയപ്പെടുന്നത് 2016-ൽ റിയോ ഒളിമ്പിക്സിൽ സിൽവർ മെഡലും കൂടാതെ 2020-ൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡലും നേടിയപ്പോഴാണ്. PV സിന്ധുവിന് പത്മഭൂഷൺ, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽ രത്ന,
അർജുന അവാർഡ് എന്നിവ കൊടുത്തിട്ടും ആദരിച്ചിട്ടുമുണ്ട്. ഇന്ന് PV സിന്ധു വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാണ്. അവരുടെ 1-2 മോട്ടിവേഷണൽ കോട്ട്സ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. Your dreams are what define your individuality. It has the power to give you wings and make you fly high. You have to keep working all the time. How much ever you learn, there is always room for learning. You have to keep improving all the time. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യനന്ദ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തൃശ്ശൂർ പ്രാദേശിക സഭ ബാലവേദി അംഗമാണ് ഞാൻ. ഇന്നിവിടെ ഞാൻ പങ്കിടുന്നത് ഉത്തർപ്രദേശിൽ ജനിച്ച അരുണിമ സിൻഹയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയുമോ ആരാണ് അരുണിമ സിൻഹ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗ വനിതയായിരുന്നു അരുണിമ സിൻഹ. 2014 പത്മശ്രീ പുരസ്കാരം നേടിയ അരുണിമ സിൻഹ ദേശീയ തലത്തിൽ ഒരു അറിയപ്പെടുന്ന വോളിബോൾ കളിക്കാരി കൂടിയാണ്. 2011 ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ അരുണിമ സിൻഹയുടെ കാൽ നഷ്ടപ്പെടുകയുണ്ടായി. അരുണിമ സിൻഹ ജീവിതത്തിൽ പിന്നോട്ട് പോവാതെ മുന്നോട്ട് ചലിച്ചു. അരുണിമ സിൻഹ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പരാജയം എന്നത് ലക്ഷ്യത്തിലേക്ക് എത്താത്തതല്ല, മറിച്ച് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഇല്ലാത്തതാണ് പരാജയം. ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ജീവൻ എടുക്കാനും ജീവൻ ഒടുക്കാനും കഴിയുന്നത്ര എളുപ്പമല്ല ജീവിച്ചു കാണിക്കാൻ. പ്രതിസന്ധികളെ മറികടന്നുള്ള അതിജീവനമാണ് ജീവിതം. നിങ്ങൾക്ക് ലക്ഷ്മി മേനോനെ കുറിച്ച് അറിയുമോ? തൻ്റെ അമ്മൂമ്മ ഭവാനിയമ്മ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി തുടങ്ങിയ അമ്മൂമ്മ തിരിയിലൂടെയാണ് ലക്ഷ്മി മേനോൻ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടത്. 2018 പ്രളയക്കെടുതിയെ അതിജീവിച്ച കേരളത്തിൻ്റെ പ്രതീകമാണ് ചേക്കുട്ടിപ്പാവ. ചേരനെ അതിജീവിച്ച കുട്ടി എന്നർത്ഥമാകുന്ന അതിജീവനത്തിൻ്റെ സന്ദേശമായാണ് ഇവയെ കണക്കാക്കുന്നത്. ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനത്തിനായുള്ള വേറിട്ട ആശയമാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ. മാനവ സേവനമാകട്ടെ മാധവ സേവ. നന്ദി, നമസ്കാരം. Hello everyone, I'm Niranjana Payan, a student of class 10 from Thrissur Pradeshika Sabha. I'm here to speak about my youth icon, Srimati Sudha Murthy. Srimati Sudha Murthy is an Indian author who is known for her contemporary romance novels that often explore the themes of love, relationship and Indian culture. Sudha Murthy is a software engineer turned author. She lives in Bangalore, India. Sudha Murthy's writing style is known for its simplicity, humor and sensitivity. Her typically features strong, independent female protagonists navigating the competitives for modern life. Her notable works such as The Wedding Tamasha, which is a romantic comedy novel which shows the chores and excitement of an Indian wedding. The second one is The Madras Affair, which is a romantic novel set up in Chennai, India, that delights the complexities of love, relationship and family. From this, I conclude my speech. Hope you like my youth icon. Thank you. കൂട്ടാ, ഈ ക്രിക്കറ്റ് കളി എന്നല്ലുണ്ട്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ അറിയൂട്ടാ? മൂപ്പര് തന്നെ 14 വയസ്സിൽ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ട് വൺ ഡേ മാച്ചിലൊക്കെ ടെസ്റ്റ് കളികളിലൊക്കെ കുറെ റൺസൊക്കെ വാങ്ങി കൂട്ടി. ICCയുടെ മാൻ ഓഫ് ദ മാച്ച് ഏറ്റവും കൂടുതൽ കിട്ടിയത് സച്ചിനാ. അത് അറിയൂക്ക്? വെറുതെ അല്ലല്ലേ, എന്താ ഗെയിൽസ് ഭാരതരത്ന, പത്മശ്രീ, പത്മവിഭൂഷൺ എന്നിവയൊക്കെ അവാർഡ് നേടിയത്. അതിന് കിട്ടാൻ കാരണം എന്താ പറയാ? മോസ്റ്റ് റണ്ണ്, മോസ്റ്റ് 50s, മോസ്റ്റ് 6, മോസ്റ്റ് 4, ഫാസ്റ്റസ്റ്റ് 5000, അങ്ങനെ കുറെ ഉണ്ട്. മതി പറഞ്ഞാൽ തീരാത്ത റെക്കോർഡൊക്കെ സച്ചിനുണ്ട്. ഇന്ത്യ 2014 ലോകകപ്പ് അടിക്കില്ലേ, അപ്പൊ അംഗമായിരുന്നു ടീമിന്റെ. അങ്ങനെ 2013 എന്താ ക്രിക്കറ്റിന് വിരമിച്ച് 22 കൊല്ലം ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ് ഉണ്ണി. ഞാൻ എറണാകുളം ജില്ലാ യുവവേദി പ്രസിഡൻറ്റും
അതുപോലെ തന്നെ കേന്ദ്ര ഭരണസമിതി അംഗവുമാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ 1977 മാർച്ച് മാസം 15-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ എന്ന സ്ഥലത്ത് ISRO ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും ധനലക്ഷ്മി മേഡത്തിൻ്റെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഉർസൂറിലെ ഫ്രാങ്ക് ആൻ്റണി പബ്ലിക് സ്കൂളിലായിരുന്നു. ചെറുപ്പം മുതലേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും മികച്ച പങ്കുവഹിച്ച പലരെക്കുറിച്ചും ഉള്ള വായനയുടെയും നല്ല നല്ല പട്ടാള സിനിമകൾ കണ്ടിട്ടുള്ള ഒരു പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ മിലിറ്ററിയിൽ, അതായത് നേവൽ ബേസ് ഉദ്യോഗസ്ഥൻ, നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാവണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛന് അദ്ദേഹം ഒരു മിലിറ്ററി യൂണിഫോം ഇടാനായിട്ട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനൊരു പേടിയായിരുന്നു, മിലിറ്ററിയിലൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണേലും നമ്മുടെ ശരീരത്തിന് ഹാനി സംഭവിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ സന്ദീപിൻ്റെ ഈ അതിയായ താല്പര്യം, നേവൽ ഉദ്യോഗസ്ഥനാവണമെന്നുള്ള അതിയായ താല്പര്യം അദ്ദേഹം അച്ഛൻ പോലും അറിയാതെ ആപ്ലിക്കേഷൻസ് അയച്ചുകൊണ്ടിരിക്കുന്നു നേവൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഫൈനലി അദ്ദേഹത്തിന് നേവിയിൽ ഇൻ്റർവ്യൂ ലെറ്റർ വന്നു. അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പോയി. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൽ കണ്ണിന് കാഴ്ചപരിമിതി ഉള്ളതിനാൽ അദ്ദേഹം ആ ജോലി റിജക്റ്റായി. സന്ദീപ് സാർ അന്നേരം ആ സമയം ഒരുപാട് വിഷമിച്ചു. അദ്ദേഹം ഒരുപാട് വിഷമിച്ച് അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, സന്ദീപേ, എന്തിനാണ് നീ വിഷമിക്കുന്നത്? മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവി മാത്രമല്ല, ആർമി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നീ അതിൽ ട്രൈ ചെയ്യൂ എന്നുള്ള ആ കൂട്ടുകാരുടെ ഒരു ഉപദേശം കാരണം അദ്ദേഹം ഇന്ത്യൻ ആർമിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. അതും അച്ഛൻ അറിയാതെയായിരുന്നു ആപ്ലിക്കേഷൻസ് കൊടുത്തത്. പക്ഷേ ഏതൊരച്ഛനും ഏതൊരമ്മയ്ക്കും സ്വന്തം മക്കളുടെ ഇഷ്ടമുള്ളവർക്ക് വലുത്. അതിൽ അദ്ദേഹം അവരൊരിക്കലും എതിരുന്നില്ല. അവസാന നിമിഷം അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെ 1995 ഖടക് ബാസലയിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അദ്ദേഹം പഠിക്കാനായിട്ട് ചേർന്നു. തുടർന്ന് 1999 അദ്ദേഹം ഇന്ത്യൻ കരസേനയുടെ ബീഹാർ റെജിമെൻറ്റിൽ ജോലിക്കായി ജോയിൻ ചെയ്തു. അങ്ങനെ നീണ്ട വർഷത്തെ ജോലിക്ക് ശേഷം 2007 നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്ത് മേജർ റാങ്കിലുള്ള ജോലിയായിരുന്നു അദ്ദേഹത്തിന്. 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൻ്റെ തലവനായിട്ടായിരുന്നു അദ്ദേഹം ജോലിയിൽ ജോയിൻ ചെയ്ത്. അദ്ദേഹത്തിൻ്റെ സർവീസ് നമ്പർ IC 58660 എന്ന സർവീസ് നമ്പറായിരുന്നു. സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാറിനെ ലോകം അറിയാൻ തുടങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ടൊർണാഡോയാണ്. ഓപ്പറേഷൻ ടൊർണാഡോയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. 2008 നവംബർ മാസം 26-ാം തീയതി പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് കുറച്ച് ഭീകരവാദികൾ ബോട്ട് മുഖേന നമ്മുടെ ഗുജറാത്ത് തീരം വഴി മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് മുംബൈയിൽ അവർ ബോട്ടിറങ്ങി. അവരുടെ ലക്ഷ്യം നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെ തകർക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവർ മുംബൈയിലെ 10 സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം അറേഞ്ച് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു താജ്മഹൽ പാലസ്. താജ്മഹൽ പാലസിൽ ആ സമയം ഇരുട്ടായിരുന്നു. ആ സമയം ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു, അതുപോലെ അതിഥികളുണ്ടായിരുന്നു. ഈ അജ്മൽ കസബിൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ തുരുതുര വെടിവെക്കുകയും അതിനോടൊപ്പം തന്നെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തുകയും മനുഷ്യരെ നിഷ്കരണം വധിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു തുടങ്ങി. ഈ വിവരം ഇന്ത്യൻ മിലിറ്ററി അറിഞ്ഞു. ആ സമയം തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഈ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസർമാരോട് പറഞ്ഞു, എനിക്ക് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു. അന്നേരം അവർ പറഞ്ഞു, ട്രെയിനിങ് കമാൻഡേഴ്സിനെ ഒരിക്കലും ഈ മിലിറ്ററി ഓപ്പറേഷൻസിന് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് സാർ പറഞ്ഞു, നടക്കില്ല, എനിക്കിത് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റും നിർബന്ധവും കാരണം സമ്മതിച്ചു. അങ്ങനെ ഹോം മിനിസ്ട്രിയുടെ പെർമിഷനോടുകൂടി തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ
സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഭീകരവാദികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ, ഹേമന്ത് കർക്കറെ സാറിൻ്റെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ മുംബൈയിൽ വണ്ടി ഇറങ്ങി. നവംബർ 2008 26 മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏകദേശം 60 മണിക്കൂറോളം നീണ്ട പോരാട്ടത്തിൽ ഒടുവിൽ നവംബർ മാസം 28 ഒരു സൈനികരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാറിന് പിറകിൽ നിന്ന് വെടിയേൽക്കുകയും അദ്ദേഹം സൈനിക ആശുപത്രിയിൽ വെച്ച് മരണമടയുകയും ചെയ്തു. വളരെ ദുഃഖം നിറഞ്ഞൊരു സംഭവമായിരുന്നു. ഒരു ധീര ജവാന് അർഹമായ ഒരു മരണം തന്നെയായിരുന്നു ലഭിച്ചത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച അദ്ദേഹത്തിന് മുന്നിൽ ഞാനൊരു സല്യൂട്ട് ആദ്യമേ തന്നെ നൽകുന്നു. ഐ റെസ്പെക്റ്റ് യു സാർ. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാഷണൽ യൂത്ത് ഡേ, ജനുവരി 12. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതേ ദിവസം, അതായത് ഇന്ന് തന്നെയാണ് സ്വാമി വിവേകാനന്ദ ജയന്തി. എന്തുകൊണ്ടാണ് നാഷണൽ യൂത്ത് ഡേ സ്വാമി വിവേകാനന്ദ ജയന്തിയായിട്ട് ആചരിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, നേരെ തിരിച്ചാണ്. സ്വാമി വിവേകാനന്ദ ജയന്തിനെയാണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്വാമി വിവേകാനന്ദൻ യൂത്തിന് ആരായിരുന്നു, ഭാരതത്തിന് ആരായിരുന്നു എന്നുള്ളത്. നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല കാര്യം, നമ്മൾ ജീവിച്ച വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു, ഓർക്കാനായിട്ടും മാറ്റങ്ങൾക്ക് വരുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി, അതിലാണ് കാര്യം. ഇപ്പം ഞാനിന്ന് എൻ്റെ യൂത്ത് ഐക്കണായിട്ടും ആൻഡ് നമ്മൾ ഓരോരുത്തരുടെയും യൂത്ത് ഐക്കണായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ആളായിട്ടുള്ള സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചാണ് ചിക്കാഗോ സ്പീച്ച്. USA പോയിട്ട് ഒന്ന് ആലോചിച്ചു, 14,000 ആൾക്കാരുണ്ട്, എല്ലാവരും ക്രിസ്ത്യൻസാണ്. അതായത് ഹിന്ദു മതത്തിലുള്ള ഒരാൾ പോലും ഇല്ല. ഒരു രീതിയിലും നമ്മുടെ സഹോദരന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് ഭാരതത്തിൽ നിന്നൊരാൾ ഒറ്റയ്ക്ക് അവിടെ പോയി സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തത് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്നാണ്. അതായത് മറ്റെവിടെ പോലും നമ്മൾ അതുവരെ കണ്ടിരുന്ന ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറയുമ്പോൾ മൈ ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡിനെ കുറിച്ച്, ലോകത്തിലെ എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ളൊരു തത്വം അതിലൂടെ അദ്ദേഹം സംസാരിച്ചു. അവിടെ എണീറ്റ് നിന്നാൽ കൈയടിച്ച് അവിടെ തുടങ്ങിയ സ്പീച്ച്, ആ സ്പീച്ച് എന്ന് ഗംഭീരമാണ്. അദ്ദേഹം ഇത്രയും നല്ലൊരു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലൊന്നാണ് സംസ്കൃതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് എക്സ്ക്ലൂഷൻ, അതായത് മാറ്റി നിർത്തുക, അങ്ങനൊരു വാക്കിന് സമാനമായിട്ടുള്ള ഒരു പദം എൻ്റെ ഭാഷയിലില്ല. സംസ്കൃതമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ, എൻ്റെ ഭാഷയിലില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ എത്ര സിമ്പിളായിട്ട് എത്ര കോൺഫിഡൻസിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ഒരുപാട് കോട്ട്സ് ഉണ്ട് നമ്മൾ ഓരോ യൂത്തും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന കുറച്ചത്തെ കാര്യങ്ങൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, അറൈസ് അവേക്ക്, നോട്ട് സ്റ്റോപ്പ് അൺടിൽ യുവർ ഗോൾ ഇസ് റീച്ച്ഡ്. നിങ്ങളുടെ ലക്ഷ്യം എത്താതെ ഉറങ്ങരുത്. അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരും ഒരുപാട് എനർജി ഉണ്ടാവുന്നൊരു സമയമാണ് ഈ യൗവനം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളർന്നു വന്ന സംസ്കാരത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ലോകത്തിൽ മുന്നോട്ട് ഇറങ്ങി നമ്മളേതായ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യുന്നൊരു സമയമാണ് ടീനേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൗവനം. അതിൻ്റെ തുടക്കം ടീനേജ് എന്നുള്ള ഇതിലാണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരുപാട് എനർജി ഉണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ എനർജി വളരെ പോസിറ്റീവായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മമായിട്ട് ആ കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മുടെ എനർജി നമ്മൾ ഫോക്കസ് ചെയ്ത് യൂസ് ചെയ്ത് എന്തിനെങ്കിലും കാര്യത്തിൽ സമർപ്പിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ ഒരു തത്വമാണ് എനിക്ക് സ്വാമി വിവേകാനന്ദനായിട്ട് ആകർഷിച്ചത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ സ്വാമി വിവേകാനന്ദൻ്റെ ഈ ഒരു ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വായനാശീലം നമുക്ക് പൊതുവേ ഇപ്പോൾ കുറവാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൽ ഞാൻ ഒരു സിറ്റുവേഷനിൽ സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടി വന്നു. അങ്ങനെ വായിച്ചതാണ്. പക്ഷെ വായിച്ചു വന്നപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത്ര വൈകി വായിക്കാൻ എന്ന് തോന്നിപ്പോയി. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. നമ്മുടെ യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയും, ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിനെ കണ്ടാൽ അറിയാം. അങ്ങനെ പറയാൻ പറ്റും ഏതൊരു യൂത്തിനും. ഭാരതത്തിലെ സംസ്കാരം പുലർത്താൻ പറ്റുന്ന ട്രഡീഷണൽ യെറ്റ് മോഡേൺ ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഈ നമ്മൾ പറയുമല്ലോ കാസ്റ്റ് ക്രീഡ് എന്നുള്ള കാര്യങ്ങൾ, ഈ സംഘടനകളെല്ലാം തകർത്തഴിച്ച് എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അതേസമയം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശരീരവും
അതേപോലെ തന്നെ വേദാന്തത്തിൻ്റെ ഹൃദയം ഉള്ളവൻ എന്നാണ്. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം എത്ര മനസ്സിലാക്കിയിരുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ എഫക്ട്സാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോഴും മോഡേൺ ആയിട്ട് എനിക്ക് പുറത്തേക്ക് പോകണം, ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അതായത് നാട്ടിൽ നിൽക്കണ്ട, നമുക്ക് പുറത്ത് പോയി പഠിച്ച് അവിടെ സെറ്റിലാവുക. അവിടെ പോകുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമും അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഈ പോകുന്ന സമയം വരെ ഉള്ളൂ ഭാരതം കൊള്ളില്ല, ഇങ്ങനെയാണ്, നാട്ടിലൊന്നും നടക്കില്ല, അങ്ങനെയാണെന്നൊക്കെ. നാട് വിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് മൂല്യം. ഒരു മാസം തികച്ച് നിൽക്കുമ്പോൾ മനസ്സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല. നാട്ടിൽ വന്നാൽ മതി എന്നായിപ്പോൾ ആൾക്കാരോ കൂട്ടുകാരോ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ നമ്മുടെ ജീവിത ശൈലി എല്ലാ കാര്യവും വളരെ സിമ്പിളാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു വളരെ ട്രഡീഷണലാണ്. നമ്മൾ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി എന്താണെന്നുള്ളത് ഒന്നും വേണ്ട. നിങ്ങൾ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഹൈദരാബാദ് ഒരു സ്ഥലത്ത് 2-3 മാസം പോയി നിന്ന് നോക്കൂ. നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലെ കഞ്ഞിയും പയറ്, നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഈ ഒരു ആംബിയൻസ്, കൂട്ടുകാരുടെ സാഹോദര്യം, ഭയങ്കര കൾച്ചറൽ വ്യത്യാസമാണ്. അത് ഉൾനാടുകളിൽ ഇപ്പോൾ അത് പോയിട്ടില്ല. നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് നമ്മുടെ സംസ്കാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുക. പക്ഷേ ഈ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മളാണ് അടുത്ത തലമുറയുടെ ടോർച്ച് ബെയറേഴ്സ്. അതായത് ഇതങ്ങോട്ട് നമ്മൾ അടുത്ത തലമുറയിൽ എത്തിക്കേണ്ട ആൾക്കാരാണ് നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ, പരിശ്രമിച്ചാൽ നടക്കും. പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്, പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നതും, സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് അറിയാത്തവർ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം, അത് മനസ്സിലാക്കണം. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. 39-ാം വയസ്സിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. പക്ഷേ ഈ 31 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം ലോകത്തിന് മുന്നേ ഭാരതത്തിനെക്കുറിച്ച് കാഴ്ചവെച്ച കാര്യങ്ങൾ, പുതിയ മോഡേൺ ഇന്ത്യനെക്കുറിച്ച് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തിരുന്നു. ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതം ഭംഗിയാക്കണം, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മൂല്യകരമാക്കി മാറ്റാൻ നമുക്കും പറ്റണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഹാപ്പി നാഷണൽ യൂത്ത് ഡേ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഗ്നേയ് പി എ. ഞാൻ ഇന്നിവിടെ നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു PT ഉഷ. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ 1964 ജൂൺ 27 ജനിച്ചു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓട്ടക്കാരിയായാണ് PT ഉഷയെ കണക്കാക്കുന്നത്. 1984 പത്മശ്രീ ബഹുമതിയും അർജുന അവാർഡും ഉഷ കരസ്ഥമാക്കി. 1985 1986 ലോക അത്ലറ്റിക്സിലെ മികച്ച 10 താരങ്ങളിൽ ഒരാൾ ഉഷയായിരുന്നു. 1980 ഒളിമ്പിക്സിലാണ് ഉഷയുടെ അരങ്ങേറ്റം. 1982 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യാഡിൽ 100 മീറ്റർ ഓട്ടത്തിലും 200 മീറ്റർ ഓട്ടത്തിലും വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും കൂടെ 13 സ്വർണമടക്കം 33 മെഡലുകൾ നേടി. ദേശീയവും അന്തർദേശീയവും 102 മെഡലുകൾ നേടി. ഇപ്പോൾ വളർന്നുവരുന്ന കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കാൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് നടത്തുന്നു. 2022 ജൂലൈ 6 ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലേക്ക് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അവരെ പാർലമെന്റ് അംഗമായി നാമനിർദ്ദേശം ചെയ്തു. അതേ വർഷം തന്നെ ഡിസംബറിൽ അവർ എതിരില്ലാതെ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു.
IOAയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആദ്യ വനിതയും അവർ തന്നെ. PT ഉഷയുടെ അച്ഛൻ്റെ പേര് പൈതലും അമ്മയുടെ പേര് ലക്ഷ്മിയുമായിരുന്നു. PT ഉഷയുടെ ഭർത്താവിൻ്റെ പേര് V ശ്രീനിവാസൻ എന്നാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് കൊനേരു ഹംപിയാണ്, എൻ്റെ യൂത്ത് ഐക്കൺ. നിരന്തരമായ പരിശീലനങ്ങൾ, കറുപ്പും വെളുപ്പും നിറഞ്ഞ 64 കളങ്ങളിലേക്ക് നോക്കി ഉണർന്നിരുന്ന അനേകായിരം മണിക്കൂറുകൾ. കറുപ്പും വെളുപ്പും നിറഞ്ഞ മത്സര ലോകം. അവിടെ നിരാശയും തോൽവിയും ഇടവേളകളും ഉണ്ടായി. പക്ഷെ കളം വിടാൻ ഹംപി തയ്യാറായില്ല. ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിൽ ഗുഡിവാഡ് പട്ടണത്തിൽ മുൻ ചെസ് താരവും രസതന്ത്രന അധ്യാപകനുമായ കൊനേരു അശോകന്റെ മകളായി ജനിച്ചു. 10 വയസ്സിനും 12 വയസ്സിനും 14 വയസ്സിനും താഴെയുള്ള പെൺകുട്ടികളുടെ ചെസ്സിൽ ലോക കിരീടം നേടിയാണ് ആദ്യം ഹംപി ലോകത്തെ അമ്പരപ്പിച്ചത്. തൊട്ടടുത്ത വർഷം ലോക ജൂനിയർ കിരീടവും ഹംപി നേടി. 1988 വെറും 14 വയസ്സു മാത്രമുള്ളപ്പോൾ ചെസ്സിലെ അദ്ഭുത വനിതയായ ജൂഡിത്ത് പോൾഗറിന്റെ റെക്കോർഡ് മറികടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി ഹംപി. വീണ്ടും ഇടവേളകൾക്കു ശേഷം 2024 ലോക വനിതാ ഗ്രാൻഡ് മാസ്റ്റർ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുടെ തന്നെ ആത്മാവിനെ ഉൾക്കൊള്ള ഒരു മഹാത്മാവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഓരോരോ യുവജനങ്ങൾക്കും, അല്ല എല്ലാ പൗരന്മാർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ശക്തമായ പാഠമാണ്. അതെ, ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം. വെറും 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഇന്ത്യയിലെ യുവാക്കളായ നമ്മളെല്ലാവരും യാഥാർത്ഥത്തിൽ സ്വാംശീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രത്യേക വീക്ഷണങ്ങൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. രാമേശ്വരത്തെ ഒരു എളിയ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി പത്രങ്ങൾ വിറ്റു. ഇത് നമ്മെ ആദ്യ നിർണായക പാഠം പഠിപ്പിക്കുന്നു: റെസിലിയൻസ്. ബുദ്ധിമുട്ടുകളെ വേഗത്തിൽ കരകയറാനുള്ള കഴിവ്. നമ്മുടെ പശ്ചാത്തലമോ സാഹചര്യമോ എന്തുമായിക്കോട്ടെ, നാം സഹിച്ചു നിൽക്കാം. തടസ്സങ്ങളെ തടസ്സങ്ങളായിട്ടല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. കലാമിനെ പോലെ വെല്ലുവിളികളെ അതിജീവിക്കാനും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടുകൂടി സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള കരുത്ത് നാം കണ്ടെത്തണം. രണ്ടാമതായി, ഡോക്ടർ കലാമിൻ്റെ ജീവിതം നിർവചിക്കപ്പെട്ടത് വിജ്ഞാനത്തിനായുള്ള അക്ഷീണമായ അന്വേഷണമാണ്. എ റിലൻറ്റ്ലെസ് പെർസ്യൂട്ട് ഓഫ് നോളജ്. കുട്ടിക്കാലത്ത് വിമാനത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആകർഷണം മുതൽ ഇന്ത്യയുടെ മിസൈൽ ബഹിരാകാശ പദ്ധതികളിൽ അദ്ദേഹത്തിൻ്റെ നിർണായക പങ്ക്. അദ്ദേഹം ആജീവനാന്ത വിദ്യാർത്ഥിയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അറിവ് തേടുന്നതും പുതിയ ആശയങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതും നമുക്കറിയാവുന്നതിൻ്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്നതും ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കരുത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്തിൽ പൊരുത്തപ്പെടലിനും പഠനത്തിനായുള്ള ജിജ്ഞാസയും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. മൂന്നാമതായി, ഡോക്ടർ കലാം വലിയ സ്വപ്നങ്ങളുടെ വക്താവായി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്യം അവതരിപ്പിച്ചു കൊള്ളട്ടെ: സ്വപ്നങ്ങൾ നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നവയല്ല, മറിച്ച് നിങ്ങൾ ഉറങ്ങാതെ വയ്ക്കുന്നവയാണ്. ഇത് അഭ്യുദ്ധേച്ഛയുടെയും ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകുന്നതിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നു. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് an ambition and a vision for the future. വലിയ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങളും കാണാനും സ്ഥാപിക്കാനും അവയ്ക്ക് വേണ്ടി അശ്രാന്തമായി പരിശ്രമിക്കാനും നമ്മൾ ധൈര്യപ്പെടണം. നക്ഷത്രങ്ങളെ ലക്ഷ്യമിടാൻ നമ്മൾ ഒരിക്കലും പേടിക്കരുത്. കാരണം തെറ്റിയാലും നമ്മൾ ചെന്നിറങ്ങുന്നത് മേഘങ്ങൾക്കിടയിലാണ്. ഡോക്ടർ കലാം
2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് അപ്രോച്ചബിലിറ്റി. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളുമായി അദ്ദേഹം ഇടപഴകുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. പ്രസിഡന്റ് പദവി കാലഘട്ടത്തിലുടനീളം അദ്ദേഹം ഇന്ത്യയിലെ യുവാക്കളെ വിദ്യാഭ്യാസത്തിലൂടെയും നവീകരണത്തിലൂടെയും ശാക്തീകരിക്കാനുള്ള പ്രതിബദ്ധത കാണിച്ചിരുന്നു. രാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് വിനയത്തോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും നയിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥ നേതൃത്വം അധികാരത്തിലല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതിലും ചുറ്റുമുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലുമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. തൻ്റെ ശാസ്ത്ര സാങ്കേതിക മികവുകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ വിനയം, ലാളിത്യം, അഗാധമായ രാജ്യസ്നേഹം എന്നിവയ്ക്കും പേരുകേട്ടതായിരുന്നു. പ്രത്യാശ, കഠിനാധ്വാനം, ദേശീയ ഐക്യം എന്നീ സന്ദേശങ്ങൾ കൊണ്ട് അദ്ദേഹം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിരുന്നു. അല്ല, ഇന്നും പ്രചോദിപ്പിക്കും. ഇത് നമ്മെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്ക് കൊണ്ടുവരുന്നു. സമൂഹ സേവ. യഥാർത്ഥ വിജയം വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമല്ല, നമുക്ക് ചുറ്റിനുമുള്ള ലോകത്തിൽ നല്ല സ്വാധീനം വരുത്തുക എന്നതും കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് സംഭാവന നൽകുവാൻ വേണ്ടി നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകൾ ലോകത്ത് തന്നെ തങ്ങളുടെ മുദ്ര പതിപ്പിക്കാനായി ശ്രമിക്കുന്ന നിരവധി യുവാക്കൾക്ക് പ്രത്യാശയുടെ വെളിച്ചമായി വർത്തിക്കുന്നു. കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും തന്നിലുള്ള വിശ്വാസത്തിൻ്റെയും ശക്തിയുടെ തെളിവാണ് ഡോക്ടർ കലാമിൻ്റെ ജീവിതം. ഈ മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇന്ത്യയിലെ യുവാക്കളായ നമുക്ക് ഉൽപാദനക്ഷമതയുള്ളവരും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന വ്യക്തികളുമാവാൻ സാധിക്കും. ടു ബി മോർ പ്രൊഡക്റ്റീവ് ആൻഡ് സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ, ടു ബിക്കം ദി അസറ്റ് ഓഫ് ദ നേഷൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മളും ഇന്ത്യയുടെ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നന്ദി, നമസ്കാരം. Hello everyone, my name is Nimit PM from Trishur Pradeshika Sabha. I am going to tell about my youth icon. My youth icon is about Virat Kohli. Virat Kohli's date of birth is on 5th of November 1988, born in Delhi, an Indian international cricketer who plays Test and ODI cricket for the Indian national team. A former captain with all formats of the game, Virat Kohli had retired from T20I format following India's win at 2024 T20 World Cup. That's all about my youth icon. I hope you like it. Thank you everyone. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രീ ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ചാണ് ചെറിയ വാക്കുകളിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. ശങ്കരദർശനത്തെ സംബന്ധിച്ചോ ശങ്കരാചാര്യർ മുന്നോട്ട് വച്ച അദ്വൈത ദർശനത്തെ സംബന്ധിച്ചോ ഉള്ള പഠനങ്ങൾ വളരെ ചെറിയ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. എങ്കിലും അദ്ദേഹം എങ്ങനെ നമുക്ക് ഒരു മാർഗദർശകനാകുന്നു, നമുക്കൊരു വഴികാട്ടിയാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അറിവ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ഇച്ഛാശക്തി, അതോടൊപ്പം തൻ്റെ ജീവിത ലക്ഷ്യത്തെ നിശ്ചയിക്കുന്നതിന് അദ്ദേഹം കാണിച്ച ശ്രദ്ധ, മാതാവിനോടുള്ള ഭക്തി, ഇതൊക്കെ തന്നെ കാലാതിവർത്തികളായി നമുക്ക് എന്നും പ്രചോദകങ്ങളാണ്, മാർഗദർശകങ്ങളാണ്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ അസാമാന്യമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിച്ച ഒരു ബാലനായിരുന്നു ശങ്കരൻ. അക്കാലത്തെ പഠന വിഷയങ്ങളായിട്ടുള്ള വേദ ഉപനിഷത്തുകളെല്ലാം തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തോടുകൂടിയും സ്വായത്തമാക്കിയ ശങ്കരൻ തൻ്റെ ജീവിതോദ്ദേശം ആത്മജ്ഞാനത്തിനായുള്ള തത്വങ്ങളെ പ്രചരിപ്പിക്കുക എന്നതാണ് എന്ന് വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചു.
ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിശ്ചയിച്ചുകൊണ്ട് അതിനുവേണ്ട കർമ്മപഥങ്ങളെ സ്വരുക്കൂട്ടിക്കൊണ്ട് അതിന് രൂപം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം എന്നും പ്രചോദകനാണ്, മാർഗദർശകനാണ് നമുക്കേവർക്കും. അത്തരത്തിൽ തൻ്റെ ജീവിത ഉദ്ദേശം അദ്വൈത തത്വ പ്രചാരണമാണ് എന്ന് നിശ്ചയിച്ച ആ ബാലൻ അതിനുള്ള ഒരു മാർഗമായി തൻ്റെ പഠനശേഷം സ്വീകരിച്ചത് സന്യാസത്തെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ആര്യാമ്പ ആ ബാലനെ സന്യാസത്തിലേക്ക് വിടുവാൻ ആഗ്രഹിച്ചില്ല. ഏതൊരു മാതാവും തൻ്റെ മക്കൾ സന്യാസിയായി തീരുവാൻ ആഗ്രഹിക്കാറില്ലല്ലോ. ഇവിടെ ആര്യാമ്പയും ചിന്തിച്ചത് അത്തരത്തിൽ തന്നെയാണ്. എന്നാൽ തൻ്റെ അമ്മയിൽ നിന്നും സമ്മതം വാങ്ങിക്കൊണ്ട്, പൂർണ്ണ സമ്മതം വാങ്ങിക്കൊണ്ട് സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശങ്കരൻ പുഴയിൽ ഒരു മായ മുതലയെ സൃഷ്ടിച്ചുകൊണ്ട് അനുവാദം വാങ്ങി എന്നൊരു കഥ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സന്യാസം സ്വീകരിച്ച് പോകുമ്പോഴും ഭാരത പര്യടനത്തിനായി യാത്ര തിരിക്കുമ്പോഴും അദ്ദേഹം അമ്മയ്ക്ക് വാക്കുകൊടുക്കുകയാണ്. അമ്മ മകനെ കാണണമെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആ നിമിഷം അമ്മയുടെ അടുക്കൽ ഞാൻ എത്തിച്ചേരും എന്നൊരു വാക്ക് നൽകുകയും മരണാസന്നയായി കിടക്കുന്ന അമ്മ തൻ്റെ ചിന്തയിൽ മകനെക്കുറിച്ച് ഓർക്കുന്ന വേളയിൽ ശങ്കരൻ ആ അമ്മയ്ക്കരികിൽ എത്തിച്ചേരുകയും ചെയ്തുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ മാതാവിനോടുള്ള ഭക്തി, മാതാവിനോടുള്ള കടമ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്കെന്നും പ്രചോദനങ്ങളാണ്, മാർഗദർശകങ്ങളാണ്. ഒപ്പം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 788-നും 820-നും ഇടയ്ക്കാണ് എന്നാണ് വിശ്വാസം. വെറും 32 വയസ്സ് മാത്രമേ, അല്ലെങ്കിൽ 32 വർഷക്കാലം മാത്രമേ അദ്ദേഹം ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. 32-ാം വയസ്സിൽ അദ്ദേഹം സമാധിയായി എന്നാണ് വിശ്വാസം. ഈ ചെറിയ കാല അളവിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ഭാരതത്തിന് നൽകിയ സംഭാവനകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. പ്രസ്ഥാനത്രയം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം എന്നിവയ്ക്ക് ഭാഷ്യം ഉൾപ്പെടെ രചിച്ചുകൊണ്ട് ഒട്ടേറെ പ്രകരണ ഗ്രന്ഥങ്ങളും സൂക്തങ്ങളുമൊക്കെ രചിച്ചുകൊണ്ട് ഈ ഭാരതത്തിലെ ജനങ്ങൾക്ക്, ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ആത്മജ്ഞാനത്തിനായുള്ള, തത്വസാക്ഷാത്കാരത്തിനായുള്ള മാർഗങ്ങൾ ഉപദേശിച്ച ആ മഹാമനീഷിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളും ചിന്താ പദ്ധതികളും നമുക്ക് ഏവർക്കും തത്വജ്ഞാനത്തിനായി, മോക്ഷത്തിനായിട്ടുള്ള മാർഗദർശകങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജിനേഷ്. നമ്മളിവിടെ നിന്ന് കൂടിയിരിക്കുന്നത് യൂത്ത് ഐക്കൺ അല്ലെങ്കിൽ യൂത്ത് ഡേ ആഘോഷിക്കാനാണല്ലോ. എല്ലാ കാലത്തും യൂത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ യൂത്താണ് കാലങ്ങളായിട്ട് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏജ് വൈസ് ചെറുപ്പക്കാര് അങ്ങനെയല്ല, മനസ്സിൽ ഒരു ലക്ഷ്യവും അതിനുവേണ്ടി കഠിനാധ്വാനവും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും ഞാൻ യൂത്തായി കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണാനിടയുണ്ടായി. സലീം കുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇന്നത്തെ ജനറേഷൻ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ കണ്ടുപിടിച്ചതൊക്കെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെ പറയുന്ന ഒരു രസകരമായ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ആലോചിക്കുന്നത്, അന്നത്തെ യൂത്താണ് അത് കണ്ടുപിടിച്ചത്. നാളത്തെ ഒരു ജനറേഷൻ നമ്മളെ നോക്കി കാണുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ യൂത്തായിരിക്കും ആ ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് എന്നും യൂത്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ സ്പേസ് ടൂറിസം ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലൊക്കെ ഇന്നത്തെ യൂത്തിന്റെ കൈകളും ബുദ്ധിശക്തികളും ഒക്കെയുണ്ട്.
ഈ യൂത്ത് ഡേ ആഘോഷിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 2 വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ അടുത്ത് സംസാരിക്കുന്നത്. ഒന്ന്, നമുക്ക് കേരളത്തിൽ നിന്നുള്ള PT ഉഷനെ കുറിച്ച് സംസാരിക്കാം. PT ഉഷ സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇന്ന് എന്താ പറയാ പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ നിക് നെയിമിൽ അറിയപ്പെടുന്ന ഒരു, അല്ലെങ്കിൽ ഗോൾഡൻ വുമൺ എന്ന് പറയുന്ന നിക് നെയിമിലൊക്കെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു ട്രാക്കിലെ റാണി ആയി മാറിയ PT ഉഷ. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, പരാജയം അത് എന്ന് പറയുന്നത് എന്താ പറയാ നമ്മൾ പ്രയത്നിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മാത്രമേ പരാജയമുള്ളൂ. അതായത് ഒരു തോൽവി സംഭവിച്ചു, നമ്മൾ വീണ്ടും ആ ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഒരു പരാജിതനല്ല. അപ്പോൾ നമ്മുടെ ഡെഡിക്കേഷൻ, പാഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഒക്കെയാണ് സത്യം പറയാച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ PT ഉഷ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് ഇൻസ്പയർ ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുകയും പലരോടും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഈ യുദ്ധയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതെന്താ വെച്ചാൽ എത്രയാണ്, ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് ഫോർ സക്സസ്. വിജയത്തിലേക്ക് ഒരു എളുപ്പവഴികളുമില്ല. നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പോകണം എന്നുള്ളതാണ് വിജയത്തിലേക്കുള്ള ഒരു കാര്യം. പിന്നെ അദ്ദേഹം അതേപോലെ പറയുന്നു, ഞാൻ ഇന്നൊരു സെഞ്ചുറി അടിച്ചു വെച്ചിട്ട് നാളെ ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല. ഇന്നത്തെ കളി കഴിഞ്ഞാൽ ഒരു സെഞ്ചുറി ആയാലും ഡക്കായാലും അല്ലെങ്കിൽ 50s ആയാലും എന്തായാലും ഞാൻ നാളെ വീണ്ടും ഗ്രൗണ്ടിൽ പോയി എന്റെ ബേസിക്സ്, എന്റെ പ്രാക്ടീസ് ഞാൻ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഒരു ചെറിയൊരു സക്സസിലെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ബേസിക്സ് മറക്കരുത്. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ തീർച്ചയായും സക്സസിലെത്തും. ഒരിക്കലും ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യരുത്. എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും 100% ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ഗോൾ വെക്കുക, അതിനുവേണ്ടി നിരന്തരമായി പ്രയത്നിക്കുക. ഒരു ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സക്സസിൽ പോലും നിങ്ങൾ നിർത്താതെ എല്ലാ സക്സസിലും തുടർന്നുകൊണ്ടേ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് ഒരു വലിയൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആഘോഷിക്കുന്ന ദിനമാണ് ജാനുവരി 12. പിന്നെ മറ്റൊരു പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകപ്രസിദ്ധനായ വിവേകാനന്ദ സ്വാമി അവരുടെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ ഈ ജന്മദിനം നമ്മൾ 1984 ആദ്യമായിട്ട് ആഘോഷിച്ചത്. അതിനുശേഷം 1985 മുതൽ എല്ലാ വർഷവും സ്കൂളുകളിലും കോളേജിലും ഒക്കെ പല പരിപാടികളായിട്ടും മത്സരങ്ങളായിട്ടും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഈ ആഘോഷത്തിന്റെ പ്രത്യേക ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ ജീവിത ലക്ഷ്യങ്ങൾ നമ്മൾ നടപ്പാക്കുക, അതിനുവേണ്ടി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക, പ്രേരിപ്പിക്കുക, ഇതൊക്കെയാണ്. പിന്നെ ഉദ്ദിഷ്ടത ജാഗ്രത എന്നതിൻ്റെ അർത്ഥം എഴുന്നേൽക്കുക, ഉണരുക എന്നാണ് വരുന്നത്. അതായത് ഇതൊരു യുവാക്കളോടുള്ള ഒരു ആഹ്വാനമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. യുവാക്കളെല്ലാം എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടതായ ഒരു സമയമായിരിക്കുന്നു എന്ന് അവരോട് പറയുന്നത് പോലെ നമുക്ക് ഇതൊരു ആഹ്വാനമായിട്ട് കണക്കാക്കാവുന്നതാണ്. വിവേകാനന്ദ സ്വാമിയുടെ ജീവിത ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഉടനീളം കാണാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് യുവാക്കളുടെ ഭാവി, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭാവി, ഇതൊക്കെയാണ് ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്. ഇരുമ്പ് പോലുള്ള പേശികളും ഉരുക്കിൻ്റെ കരുത്തുള്ള ഞരമ്പുകളും ഇടിമിന്നൽ പോലെ ഉള്ള ഇച്ഛാശക്തിയും ഉള്ള ഒരു യുവതലമുറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സങ്കല്പം. അന്ധവിശ്വാസങ്ങൾക്ക്, തൊട്ടുകൂടായ്മകൾക്ക്, സ്വേച്ഛാ താല്പര്യങ്ങൾക്ക് ഇതിനോടൊക്കെ എതിരായിട്ട് പോരാടണം എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്. പിന്നെ വിവേകാനന്ദ സ്വാമികളുടെ തത്വചിന്തകളും ആശയങ്ങളും ഉപയോഗിച്ച് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ കഴിവുകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുക, ഇങ്ങനെയൊക്കെ ഓരോന്ന് ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ സമൂഹത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഈ വേദി ഉപയോഗപ്പെടുത്തണം. യുവജനങ്ങളുടെ മനസ്സ് പ്രചോദനവും
ആശയങ്ങളും നിറഞ്ഞതാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അവർക്ക് ശരിയായ ഒരു മാർഗം നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. പിന്നെ പരമ്പരാഗത വൈരുദ്ധ്യങ്ങൾക്കെതിരായി ഉയർത്തുന്നതിനും യുവാക്കൾക്ക് പ്രചോദനം നൽകണം. പിന്നെ സഹിഷ്ണുത, സാർവത്രികത, സാഹോദര്യം, നിസ്വാർത്ഥ സേവനം എന്നിവയിലൂടെ യുവാക്കളെ പ്രചോദിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ലക്ഷ്യബോധത്തോടെ ജീവിക്കാനും വെല്ലുവിളികളെ നേരിടാനും ധൈര്യം യുവാക്കൾക്കുണ്ടാവണം. സമൂഹത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകാൻ യുവാക്കൾക്ക് കഴിയണം. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ ആണ് നമുക്ക് ജീവിത ലക്ഷ്യങ്ങളായിട്ട് എടുക്കേണ്ടതായിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ജീവിത ലക്ഷ്യങ്ങൾ. അതൊക്കെ നമ്മളും നടപ്പാക്കണം. അതാണ് പ്രധാനമായിട്ട് ഈ ആഘോഷത്തിൻ്റെ ഉദ്ദേശം. പിന്നെ വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മുടെ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ തൃശ്ശൂർ പ്രാദേശിക സഭ യുവവേദി ഈ ദിവസം ആഘോഷിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് യുവാക്കളുടെ ദിവസമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രാദേശിക യുവാക്കൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല പരിപാടികൾ ആവിഷ്കരിക്കാനും എല്ലാം നമ്മുടെ യുവവേദിക്ക് സാധിക്കട്ടെ. അതിന് അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.